ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്നാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കുവൈത്ത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ഡെസ്റ്റിനേഷനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ എവിടെ പോകണം, എങ്ങോട്ട് പോകണം, ഏത് വഴി ഒന്നും അറിയില്ല. സോ റോഡിൽ കൂടി അങ്ങ് നടന്ന് നോക്കാം ലാസ്റ്റ് എവിടെ ചെന്ന് എത്തുമെന്ന്. നമ്മൾ ബീച്ച് റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 9:30 സമയം. സെക്കൻഡ്, ഇവിടെ 9:30, ഇന്ത്യൻ ടൈം 12 മണി. ചൂട് ഏകദേശം 42 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ ഗൂഗിൾ കാണിക്കുന്നത്. വിചാരിച്ച പോലെ ഒന്നും അല്ല, നടക്കുന്നത് നല്ല പാടാണ് ഗൈസ്. ഇപ്പം തന്നെ ക്ഷീണിച്ച് വെള്ളം എടുക്കാനും മറന്നുപോയി. ആകെ ഉള്ളത് ഡിക്കാത്തിലുള്ളൊരു ചെറിയ ബാഗാണ്, അതിൽ വെള്ളം വെക്കാനൊന്നും സ്ഥലമില്ല. സോ നെക്സ്റ്റ് ടൈം വെള്ളം എടുക്കാൻ മറക്കരുത്. പിന്നെ എന്താണ്, ചൂട് നടന്ന് ക്ഷീണിച്ച് തണലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്നൊക്കെ പോവുക. നോക്കട്ടെ, ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ഇതിന് ഏറ്റവും അടുത്ത് തന്നെ എന്തെങ്കിലും സ്ഥലം കാണിച്ചു തരണേ. ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയതാണ്. ആകെ ആശ്വാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് മരങ്ങൾ കാണുന്നു. അതിൻ്റെ തണലിൽ കൂടി പോകുമ്പോഴൊരു ആശ്വാസം. പിന്നെ കുറച്ച് കാറ്റും കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. സോ ഇതുവരെ ഒരു സ്ഥലവും കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ല തോറ്റ് തിരിച്ച് പോകേണ്ടി വരുമോ, തിരിച്ച് നടക്കാനുള്ള എനർജി ഇല്ല. ഗൈസ്, അവിടെ ഒരു ബീച്ചല്ലേ, ലേക്കാണ്. ബീച്ച് പോലെ ഉണ്ട്, പോയി നോക്കാം. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക്. ഇറങ്ങി ഓടുക. നമ്മളിപ്പോൾ ഏതോ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ റോഡ് സൈഡിൽ കണ്ടങ്ങോട്ട് കയറി നോക്കി, കുഴപ്പമില്ലായിരുന്നു, നല്ല വൈബാണ്. പ്രൈവറ്റ് ബീച്ചാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എന്താണ്ട് ഇതൊക്കെ പ്രൈവറ്റ് വില്ലകളാണ്. ഇവിടെ നിൽക്കുന്ന സേഫ് ആണോന്ന് അറിയില്ല, ഒരു മനുഷ്യന്മാരെയും കാണുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങുന്നതായിരിക്കും പ്ലാൻ. നമുക്ക് ഓടിയല്ലോ. അങ്ങനെ ഫിൻഡാസിലുള്ള മറൈൻ സയൻസ് സെൻറ്റർ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ബീച്ചല്ലാണ്ട് ഒന്നും കണ്ടില്ല. ഏകദേശം 4 കിലോമീറ്റർ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നിറച്ച് മരങ്ങൾ. മാപ്പിൽ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഏതോ ഫിൻഡാസ് പാർക്ക് എന്നാണ് കാണിച്ചിരിക്കുന്നത്.
സോ അവിടെ നിന്ന് കയറി നോക്കാം എന്താ ഉള്ളതെന്ന്. ഇത്രയും മരങ്ങളൊക്കെ ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം വന്നൊരു 3 മാസമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും മരങ്ങളൊക്കെ ഒരുമിച്ചുള്ള സ്ഥലങ്ങൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. കാറുകളെല്ലാം നിർത്തുന്ന സ്ഥലം. നിറച്ചും നല്ല മരങ്ങളുണ്ട്. നമ്മളങ്ങനെ ഫിൻഡാസ് പാർക്കിൻ്റെ എൻട്രി കണ്ടുപിടിച്ച് അകത്തോട്ട് പോവാണ്. നമുക്ക് റൈറ്റ് സൈഡ് തന്നെ സ്റ്റാർബക്സിൻ്റെ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഉള്ളത് ഇവിടെ? അകത്തോട്ട് പോയി നോക്കാം. ഇതുപോലൊരു സ്ഥലം കുവൈറ്റിൽ കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരു മരുഭൂമി എന്നൊരാണ് എൻ്റെ മൈൻഡ് സെറ്റിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും മരങ്ങളും ചെടികളും കണ്ടില്ല. ഒരു എന്താ പറയാനാ, ഒരു കുവൈറ്റ് എന്നാൽ നമുക്കൊരു മൈൻഡ് സെറ്റ് തന്നെ ഇല്ലാണ്ടാക്കുകയാണ്. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഒരു എന്താ പറയാനാ, എന്തെങ്കിലും പറയാം. ഗായ്സ്, കുവൈറ്റ് ഒരു മരുഭൂമി എന്നാണ് എൻ്റെ മൈൻഡിൽ. കാരണം ഡെയിലി ഡ്യൂട്ടിക്ക് പോണ വഴിയായാലും ഞങ്ങൾ റൂമുള്ള സ്ഥലത്ത് മഹബുള്ള അവിടുത്തെ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി കണ്ടാൽ ആ കാണുന്നത് ഒരു 10-20 മരങ്ങൾ, അതും കണ്ടാലായി. പക്ഷെ ഇങ്ങനൊരു സ്ഥലം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തല്ല ഇവിടെ വന്നേ. ഞങ്ങൾ നടന്ന് പണ്ടാരടങ്ങി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. മാപ്പിൽ നോക്കി അപ്പം ഏതോ പാർക്കിൻ്റെ പേര് പറയുന്നുണ്ട്. എന്നാലും എന്താണ്, ഒരു വീക്കെൻഡിൽ ഫാമിലിയായിട്ട് വന്നാലും കുട്ടികളായിട്ട് വന്നാലും നമുക്കൊന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം രാവിലെ 10:30 42 ഡിഗ്രി സെൽഷ്യസ് പുറത്ത് ചൂടുണ്ട്. എന്നാലും എനിക്ക് എന്താ പറയുക, ഒരു നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് അവിടുന്ന് അടുത്തുള്ള ഫിൻഡാസ് ബോട്ട് റാമ്പ് എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് ബോട്ട് വാടകയ്ക്ക് എടുത്ത് നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബോട്ടുള്ളവരും കൊണ്ടുവന്ന് ഇറങ്ങുന്നുണ്ട്. നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത് വന്നത് ഇവിടുത്തെ ഫിൻഡാസ് ബീച്ചിലേക്കാണ്. നമുക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണാം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുവൈറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അറിയാമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇങ്ങനെ നടന്ന് കണ്ടുപിടിക്കാൻ വയ്യ. ഓക്കെ ഗായ്സ്, സീ യു സൂൺ.